ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരുകൾ ഉൾപ്പെടെ അങ്ങ് കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥികൾ ഇവർ മുന്നോട്ടിറങ്ങുമ്പോൾ എത്രത്തോളം കടുക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാളികൾ എതിർമുഖത്ത് ആരാണെങ്കിൽ പോലും? പതിവിൽ നിന്ന് വിഭിന്നമായി ഒരു പ്രായോഗിക സമീപനം സ്ഥാനാർത്ഥി നിർണയത്തിൽ CPM സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേണം ഞാൻ മനസ്സിലാക്കേണ്ടത്. മറ്റേത് സാധാരണഗതിയിൽ ചില മാനദണ്ഡങ്ങൾ ആദ്യമേ നിശ്ചയിക്കുമല്ലോ. ചെറുപ്പക്കാരായിരിക്കണം, അല്ലെങ്കിൽ 1ാം വട്ടം 2ാം വട്ടം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതും നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്ന ആ അന്തിമ സമയം ആകുന്നതുവരെ അത് നീണ്ടുപോവുകയും ചെയ്യും. ഇത്തവണ അതിൽ നിന്നൊക്കെ ഭിന്നമായി തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ തന്നെ സ്ഥാനാർത്ഥികളായിരിക്കുന്നു. ആ സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അതിൽ പരിചയസമ്പന്നരുണ്ട്, പ്രഗത്ഭരുണ്ട്, പ്രസിദ്ധരുണ്ട്, താരതമ്യേന പ്രസിദ്ധിയില്ലാത്ത പുതുമുഖങ്ങളും ആ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അതൊരു നല്ല കോമ്പിനേഷനാണത്. കുറെ സീറ്റുകൾ, കാരണം ഇപ്പോൾ പാർട്ടിയുടെ അവസ്ഥ, ലോക്സഭയിലെ അവസ്ഥ വളരെ പരിതാപകരം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 20-ൽ 1 ആ നിലയിൽ നിന്ന് മാറി തൃപ്തികരമായ രീതിയിൽ ഇപ്പോൾ സംസ്ഥാനത്ത് 2ാം വട്ടം ഭരിക്കുന്ന പാർട്ടിയാണ്. അതിന് അനുസൃതമായ രീതിയിൽ തൃപ്തികരമായ രീതിയിലുള്ള വിജയം കേരളത്തിൽ ഉണ്ടാക്കണം. അതിന് സഹായകമായ ഒരു സ്ഥാനാർത്ഥി നിര തന്നെയാണ് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പ്രാഥമികമായി പറയേണ്ടിയിരിക്കുന്നു. അതായത് പൊതുവെ ഒരു ട്രെൻഡ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഗ്ലാമർ ആയിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ആളുകളെ നിർത്തുന്ന രീതിയിലേക്കൊക്കെ പൊതുവെ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടല്ലോ. അതേ ഒരു രീതിയിലേക്ക് CPM അതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഈ തൃക്കാക്കരയിലൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പിന്നീട് അത് വിനയായൻ തരത്തിൽ ചിന്ത ഉണ്ടാകുന്നത്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് CPMന്റെ ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി നിർണയം എന്ന് നമ്മൾ കരുതേണ്ടതുണ്ടോ? അത് തീർച്ചയായും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സമ്മിശ്രമായ ഒരു പട്ടികയാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ താരപരിവേഷം, പ്രസിദ്ധി ഒക്കെ വേണമെങ്കിൽ കൊല്ലത്തേക്ക് ചെല്ലുക, വിവേഷനെ കാണാം. മറ്റു പലയിടത്തും വളരെ പരിചയ സമ്പന്നരായ വ്യക്തികൾ തന്നെ ഇറങ്ങുന്നു. അവർക്ക് രാഷ്ട്രീയം അറിയാം. അപ്പോൾ രാഷ്ട്രീയമായ പോരാട്ടമാണ്. അവിടെ രാഷ്ട്രീയം അറിയാവുന്നവർ വേണം. അതോടൊപ്പം തന്നെ ജനസമ്മതിയുള്ള, ജനങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾ വേണം. അതെല്ലാം ചേർത്തുള്ള വളരെ പ്രയോജനകരമായ ഒരു 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 മിശ്രിതം എന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കട്ടെ ആണ് CPMന്റെ സ്ഥാനാർത്ഥി നിരയിൽ കാണുന്നത്. ശരി, സെബാസ്റ്റ്യൻ പോളാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും